ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 9/12/2024. ആദ്യം തന്നെ പരീക്ഷാ ഫലങ്ങളാണ്. 2024 ഏപ്രിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ MA ഹിസ്റ്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന ഡിസംബർ 15 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 2024 ഡിസംബർ 16-18 തീയതികളിൽ നടത്തുന്ന BPEd 2 വർഷ കോഴ്സ് 2020 സ്കീം ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബറിൽ നടത്തുന്ന 5ാം സെമസ്റ്റർ MPL ഡിഗ്രി പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഡിസംബറിൽ ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ MA 2022 സ്കീം റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി 2018 സ്കീം സപ്ലിമെൻ്ററി 2020-21 അഡ്മിഷൻ പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇവിടെയൊക്കെ തന്നെ ഡീറ്റെയിൽസ് സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് മോഡൽ പാർലമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ചേർന്ന് 2024 ഡിസംബർ 11 രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 4 മണി വരെ സർവകലാശാലയുടെ പാളയം ക്യാമ്പസിലെ സെനറ്റ് ചേംബറിൽ വിദ്യാർത്ഥികൾക്കായി മോഡൽ പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് ക്രിസ്മസ് അവധിയെ പറ്റിയിട്ട്. അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോളേജുകൾ ക്രിസ്മസ് അവധിക്കായി 2024 ഡിസംബർ 19 വൈകുന്നേരം അടയ്ക്കുന്നതും ക്രിസ്മസ് അവധിക്ക് ശേഷം 2024 ഡിസംബർ 30 മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നതുമാണെന്നുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്. ഡിസംബർ 31 നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. റീഷെഡ്യൂൾ ഡേറ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ദെൻ പരീക്ഷാ ഫലമാണ്. 2024 ജൂലൈയിൽ നടത്തുന്ന 4ാം സെമസ്റ്റർ MSc പ്രോഗ്രാം ഇൻ കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സുവോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോസിസ്റ്റമാറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന 2024 ഡിസംബർ 16 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ദെൻ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഡിസംബർ 10 മുതൽ ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BA BSc BCA BBA BCom BLC നവംബർ 2024 ഡിഗ്രി പരീക്ഷകളുടെ പരീക്ഷാ കേന്ദ്രം കാര്യവട്ടം ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്തിൽ നിന്നും കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് മാറ്റിയിരിക്കുന്നു. മറ്റ് പരീക്ഷാ തീയതിയിലേക്കോ പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിന് മാറ്റം ഉണ്ടായിരിക്കില്ല. ദെൻ കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മഞ്ഞപ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് BEd കോളേജിൻ്റെ പരീക്ഷാ കേന്ദ്രം റദ്ദു ചെയ്തതിനാൽ പ്രസ്തുത കോളേജിൻ്റെ താൽക്കാലിക പരീക്ഷാ കേന്ദ്രമേ അഞ്ചൽ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അനുവദിച്ചിരിക്കുന്നു. ആയതിനാൽ മഞ്ഞപ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് BEd കോളേജിലെ വിദ്യാർത്ഥികൾ മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അഞ്ചൽ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പരീക്ഷ എഴുതുന്നതാണ്. ദെൻ പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് ആണ്. സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc സുവോളജി ന്യൂ ജനറേഷൻ പരീക്ഷ പ്രാക്ടിക്കൽ ഡിസംബർ 10 മുതൽ അതാത് കോളേജുകളിൽ വെച്ച് നടത്തപ്പെടുന്നു. സെപ്റ്റംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ MSc ഹോം സയൻസ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് SSN എഡ്യൂക്കേഷൻ ഫുഡ് ആൻഡ് ഡയറ്റീസ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീസ് പരീക്ഷകളുടെ പ്രാക്ടിക്കൽ ഡിസംബർ 11, 13, 17 എന്നീ തീയതികളിൽ നടത്തപ്പെടുന്നു. ദെൻ ടൈം ടേബിളാണ്. ജാനുവരി 20 ആരംഭിക്കുന്ന 1, 2, 3 വർഷത്തെ റിവേഴ്സൽ LLB മേഴ്സി ചാൻസ് ആനുവൽ സ്കീം 1998 സ്കീം പരീക്ഷ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. 2024 ഒക്ടോബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ BCom അക്കൗണ്ട് ആൻഡ് അഡ്വാൻസ് PG ഡിപ്ലോമ ഇൻ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് അപേക്ഷ ക്ഷണിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ cgtlab@gmail.com വെബ്സൈറ്റ് കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ നിന്നും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ജിനോമിക്സ് ആൻഡ് ജീൻ ടെക്നോളജി കാര്യവട്ടം ക്യാമ്പസിൽ അഡ്വാൻസ് PG ഡിപ്ലോമ ഇൻ മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് കോഴ്സ് 2024 യൂണിവേഴ്സിറ്റി അഡ്മിഷൻ വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ലൈഫ് സയൻസിൽ 1ാം ക്ലാസ് ബിരുദാനന്തര ബിരുദം, ബയോടെക്നോളജിയിൽ 1ാം ക്ലാസ് ബിരുദാനന്തര ബിരുദം, മെഡിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം, ബയോടെക്നോളജിയിൽ MTech. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഡിസംബർ 30. ഫോണിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ 9495819218 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നിലവിലെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.